നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നിപ്പോൾ വളരെ പത്രങ്ങളിലെല്ലാം പ്രധാന വാർത്തയായിട്ടുള്ള ഈ ചെന്നൈയിലെ ശക്തമായ മഴയെക്കുറിച്ചിട്ടുള്ള ഇതാണ്. മഴയുടെ കെടുതികൾ ഒരുപാട് പേരുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആശുപത്രിയിൽ ശരിക്കുള്ള ഓക്സിജൻ കിട്ടാതെ അവിടെ ICU എല്ലാം വെള്ളത്തിൽ ആവുകയും അതോടനുബന്ധിച്ച് 20ഓളം ആളുകൾ മരിക്കുകയുണ്ടായി. അപ്പോൾ കൂടുതൽ ഇനിയിപ്പോൾ വെള്ളം ശരിക്കും പോയതിന് ശേഷമേ നമുക്ക് കൃത്യമായിട്ടുള്ള അപകടത്തിൻ്റെ കണക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ചെന്നൈ നഗരം ശരിക്കും ഒരു ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ശരിക്കുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിൻ സർവീസുകളില്ല. അവിടുത്തെ വിമാനത്താവളം കുറച്ച് ദിവസത്തേക്ക് അടച്ചിടേണ്ടി വന്നു. പക്ഷേ ഇതോടൊപ്പം നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, ഈ ട്രെയിൻ സർവീസ് എല്ലാം നിർത്തിയപ്പോൾ കൂടുതൽ പേരും മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ തിരുവണ്ണൂർ, അതേപോലെ തന്നെ തിരുവള്ളൂരും അതേപോലെ ആർക്കോണത്തെല്ലാം പോയിട്ടാണ് ട്രെയിൻ പിടിച്ചിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയുള്ള ഉന്തും തിക്കും, അതേപോലെ തന്നെ ട്രെയിൻ സർവീസിലൊരു വളരെ കുറച്ച് ട്രെയിനുകളുള്ള ട്രെയിനിലെല്ലാം ശരിക്കും ഒരു വാഗൺ ട്രാജഡി ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തിരക്കൊക്കെയാണ് ഉണ്ടായത്. എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ക്യാരക്ടർ കാണിക്കേണ്ടത്. ഇതുപോലുള്ള സിറ്റുവേഷനിൽ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ അടിപിടി ഉണ്ടാക്കുകയും കൂടുതൽ നമ്മൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ സ്വാർത്ഥത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ആ സിറ്റുവേഷനെ വളരെ ക്ഷമയോടെ നമ്മൾ നേരിടുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവരും കൂടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇടിച്ച് കയറി വീണ്ടും അവിടെ അടിപിടി ഉണ്ടാക്കുക, ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുവെക്കേണ്ടതാണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതലായിട്ട് റെയിൽവേ അവരുടെ കഴിവിനനുസരിച്ച് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും 1000 കോടി രൂപ അവർക്ക് സഹായധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അവർ ചെയ്യും. പക്ഷേ അതുകൊണ്ട് നമ്മൾ വെറുതെ പോയിട്ട് വീണ്ടും എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കി തരുമ്പോൾ ആ സൗകര്യത്തെ എല്ലാം കൂടെ നമ്മളങ്ങ് തകർക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ക്ഷമയോടെ ഇത്തരം പ്രശ്നങ്ങൾ, അത് ഇന്ന് ചെന്നൈയിൽ വന്ന് നാളെ എവിടെ വരികയാണെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും, അത് യുദ്ധമായാലും അത് ഭൂമികുലുക്കമായാലും, ജനങ്ങൾ വളരെ ക്ഷമയോടെ ശാന്തമായി പ്രായോഗികമായി എങ്ങനെ ആ പ്രശ്നത്തെ നേരിടണമെന്നാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ചെന്നൈയിലെ ജനങ്ങളുടെ കൂടെ മനസ്സ് നിൽക്കുന്നു. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.